കൂട്ടുകാരെ നമസ്കാരം കേട്ടോ. ഒമൻ ബ്ലോഗറിന് ഒമൻ ഗ്രാമങ്ങളിലെ വ്യത്യസ്തങ്ങളായ നാടൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി കാഴ്ച കാണാം. അതായത് ഒമാൻ്റെ തനത് ട്രഡീഷണൽ ഫുഡുണ്ട് പെരുന്നാളിനൊക്കെ ചെയ്യുന്നത്. ഷുവ എന്ന് പറയും. ഷുവ ഇറച്ചിയാണ്. ആടിനെ കുയിലിറക്കി പുഴുങ്ങിയെടുക്കുന്ന ഒരു സംവിധാനം, അതിന് ഷുവ എന്ന് പറയുക. അത് ഒമാൻ്റെ മാത്രം അവരുടെ മാത്രം ഭാഷപ്പെടുന്ന സ്വന്തം ഒരു ഫുഡിങ്ങാണ്. ഇതുപോലത്തെ ഇരുമ്പ് പൈപ്പ് വേണ്ട, ഇത് നമ്മൾ ഈ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം മിക്കവാറും പലയിടത്തും വീടുകളിലുണ്ടാവും. ഇവരിത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പുഴുങ്ങാനായിട്ട് നമ്മളിതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൽ മെറ്റലിനൊക്കെ കയറി. അപ്പോൾ അത് നമ്മളത് വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ അതിൽ വിറകുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. നല്ല കനലുള്ള വിറകുകൾ. കനൽ പെട്ടെന്ന് കുറേ സമയം കനലിൽ നിൽക്കണം. ചെറിയ വിറക് കിട്ടില്ല, വലിയ തടികൾ. പുളി വിറക് ഉണ്ട് ഇവിടെ നമുക്ക്. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ വലിയ ഉത്തരങ്ങളുണ്ടല്ലോ, വലിയ മുറബ ഉത്തരങ്ങൾ, പട്ടികകൾ, അതുണ്ട്. അതൊക്കെ ഇട്ട് നമ്മൾ കത്തിച്ച് തീ സെറ്റാക്കണം കേട്ടോ. തീ നല്ലോണം സെറ്റായി വിറകുകളൊക്കെ കത്തി അടിയിലൂണ് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ട് അതിലേക്ക്. അത്രയും ആഴമുണ്ട്, പിന്നെ വ്യാസമുണ്ട് നല്ല. അതിലേക്ക് നമ്മൾ തീ കനൽ സെറ്റാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറച്ചി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കമ്പനിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അർബാബ് ഒരു ആടിനെ നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി അവരുടെ ഇതിന് സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി അത് അലുമിനിയം ഫോയിലാക്കി, പീസുകൾ ഫോയിലാക്കിയിട്ട് അതിന് ചുറ്റും വാഴയില കൊണ്ടും അത് വേറെ ഇലകളൊക്കെ വെച്ച് പാക്ക് ചെയ്ത് പനയുടെ ഓല കൊണ്ടുള്ള ഒരു കൂടുണ്ടാക്കി അതോട് സെറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളിനി ഇവിടെ കൊണ്ടുവന്നത് അതിനെ നെറ്റ് കൊണ്ട് സ്റ്റീൽ നെറ്റ് പൊതിഞ്ഞ് വയറൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കിയിട്ട് അതിലേക്ക് ഇറക്കുള്ളൂ. കാരണം ഇത് ചൂടല്ലേ, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ട് കമ്പി കൊണ്ട് രണ്ട് കമ്പി കൊളുത്ത് പോലെ അടിച്ചിട്ടുണ്ടാകും, കൊളുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വയറുമ്പോൾ കൊളുത്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് വയറിനൊന്നും സംഭവിക്കില്ല. സ്റ്റീൽ നെറ്റ് ഉണ്ടല്ലോ. പായ അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പായ ചൂടടിച്ചത് കട്ടായി പോകും. അങ്ങനെ അതിൻ്റെ സംവിധാനം. അപ്പോൾ നമ്മളതിന് നല്ല തയ്യാറെടുപ്പാണ്. അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തീ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അത് ഇറക്കും. കണ്ണ് നല്ലോണം കത്തി സെറ്റാണ്. നല്ലോണം ചൂടായിട്ട് അതിൽ തീ എല്ലാ വിറകും കത്തി അതിൽ അടിയിലേക്ക് വീണ് നല്ല സ്ട്രോങ് കനലായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ഇറച്ചിയിലേക്ക് കൊണ്ട് സെറ്റാക്കി ഇടും. ഏകദേശം ആവാറുണ്ട്. നമ്മുടെ അർബാബിൻ്റെ അനിയൻ, അർബാബിൻ്റെ ചേട്ടൻ, അനിയൻ, അവരുടെ ഫാമിലി, പിള്ളേരുകൾ എല്ലാവരും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എല്ലാ പ്രാവശ്യം ഇവിടെ ചെയ്യാറ് അവർക്കുള്ളത്. പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെയ്തു. നമ്മളോട് പറഞ്ഞു നമുക്ക് ഇവിടെ വേറെ തന്നിട്ട് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം 3 ദിവസം ഇവിടെ മുടക്കണം. ഇറച്ചി എല്ലാം കഴിഞ്ഞ് കൂടിലാക്കി തന്നിട്ടുണ്ട് അവർ. ഇനി നമ്മളത് പറഞ്ഞ പോലെ നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വയറൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴിയിലേക്കാക്കും.
പിന്നെ നിങ്ങൾ ഇതിൽ ഒരു ആട്ടുംകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നമുക്കവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ഫാമുണ്ട്. അവിടെ പശുക്കുട്ടികളുണ്ട്, ആടുണ്ട്, കോഴിയൊക്കെ ഉണ്ട്. ഇതിനോട് ഈ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്ന ഭാഗത്തിന് തൊട്ടടുത്ത് അവിടെ നല്ല സൗണ്ട് വരുന്നത് ആട്ടുംകുട്ടിയുടെ. അവിടെ വേറെ ആടുകളൊക്കെ ഉണ്ട്. നമുക്ക് ആട്, പശുക്കുട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ പാക്കിങ് കഴിഞ്ഞ് നമ്മളിത് കുഴിയിലേക്ക് ഇറച്ചി ഇറക്കാൻ പോണ്. ഇത് കൊണ്ടുവരിക, അതിലേക്ക് അങ്ങോട്ട് ഇടുക, ആ കുഴിയിലേക്ക് അങ്ങോട്ട് ഇടുക. അപ്പം തന്നെ അതിൻ്റെ അടപ്പമിട്ട് മൂടുക. പിന്നെ അവിടെ നമ്മൾ ടൈല് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് വലിയ ടൈല് വയ്ക്കുക അതിൻ്റെ മുകളിൽ ലെവലിൽ. കഴിഞ്ഞ് രണ്ട് കാർപ്പറ്റ് ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് സെറ്റ്. ആ മണ്ണ് കുഴി സൈഡിലുള്ള മണ്ണുകൾ മുഴുവൻ അതിൻ്റെ മുകളിലിട്ട് ഒരു ഗ്യാപ്പില്ലാണ്ട് പുക വരും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വരുന്നുണ്ടാവും പുകകൾ. ആ ഗ്യാപ്പൊക്കെ ഫുള്ള് നമ്മൾ അടച്ച് നല്ല വൃത്തിയിൽ സെറ്റാക്കി അതിൽ മുകളിൽ ഇത്തിരി നനച്ച് വെള്ളം നനച്ച് അപ്പോൾ ഒന്ന് കുറച്ചെടുക്കും. ഇത് ഏതാണ്ട് ഒരു 4 മണിക്കൂർ മതി എന്നാണ് ഒരു റബാബ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇട്ട് നാളെ ഫുഡിങ്ങിൻ്റെ സമയത്തിന് മുമ്പ് ഒരു 10-5 മിനിറ്റ് മുമ്പ് എടുക്കും. നല്ല ചൂട്ടോടെ കഴിക്കണം, എന്നാലേ അതിന് ടേസ്റ്റും ഇതുണ്ടാവുള്ളൂ, കഴിക്കാൻ രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ രസമില്ല. നാളെ നമ്മൾ ഒരു മണിക്ക് മുമ്പ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഇറച്ചി പൊക്കി പിടിച്ച് ഇങ്ങനെ കഷ്ണമായിട്ട് പറഞ്ഞു വീഴും. അത്രയും സ്മൂത്തായിട്ടുണ്ടാവും. നമ്മൾ പെരുന്നാളാഘോഷങ്ങളിലുള്ള എല്ലാ കമ്പനിയിലും എല്ലാവരും വന്നിട്ടുണ്ട്. നാളെ ഇപ്പോൾ റൈസ് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുണ്ട്. പ്ലേറ്റ് പറഞ്ഞു, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ പെരുന്നാൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇതിൽ ഫിറ്റ്. ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാണാം അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി. ഇവിടുന്ന് കൊത്തിരിക്കടാ. അതെ ഈ പൊന്തിക്ക് നടന്ന് നല്ല മണമുണ്ട്. അത് എനിക്ക് ഇരുമ്പിൻ്റെ ഇതായിട്ട് ഡൈല്യൂഷൻ വന്നപ്പോഴാ. ഈ മണ്ണിൻ്റെ ഒക്കെ ആയിരിക്കും. ഇപ്പൊ പോയി രണ്ട് പീസാ. ഭയങ്കര കറി
شيل هذا ها شيل ايوه شيل ايوه فصلين بعد كم سنة ما يرشيد هذا اول بوشان يجيب ها جيب صحن هذا جيب شيء خليه جيب هذا جيب جوليا 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 ദിലി 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 مني خليه ايوه شيل الان شيل صحن صحن جيب هذا ആ മറ്റേ വലിയ പ്ലേറ്റുകൾ അവിടെ ഉണ്ട് അവിടെ പിന്നെ നോക്കൂ നോക്കൂ ഹലോ ഇറങ്ങില്ലടോ ഇറങ്ങിക്കോട്ടെ നമ്മള് സാധനം എടുത്തു ഇനി നിന്നേലും ചൂടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുമിച്ചിരുന്നോ വട്ടൊന്ന് വട്ടിരുന്നോ നമുക്ക് നോക്കാം ഒരു 4 പേര് 5 പേര് നമ്മൾ അവിടെ ഇരിക്കുന്ന മാതിരി വട്ടത്തിൽ മൂന്നാള് കേട്ടോ തുറക്കട കണ്ണ കണ്ണ തുറക്ക് തുറക്കാൻ ഇറച്ചി ഇറച്ചി ഇറക്ക് ഇറച്ചി അത് ഒരു കഷ്ണം എടുത്തിട്ട് ഓ കാല് കിട്ടി കാല് കാണാൻ എനിക്കുള്ള സീറ്റ് ചോറ് മാറ്റിക്ക്